റമളാൻ അള്ളാഹുവിന്റെ വിരുന്നാണ്. അള്ളാഹുവിന്റെ വിരുന്നാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ. റമളാനിലെ ആദ്യം റഹ്മത്താണ്, പിന്നെ മഗ്ഫിറത്താണ്, പിന്നെ നരകമോചനമാണെന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ്. വിരുന്നാണ് അല്ലേ? ആ വിരുന്ന് ഭക്ഷിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ആകേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു അല്ലേ? പക്ഷെ ആർക്കൊക്കെയാണ് അതിൽ പങ്കെടുക്കാൻ പറ്റുക? വിളിക്കാത്ത വിരുന്നിന് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ? പറ്റൂല. ഇപ്പൊ പ്രധാനമന്ത്രി ഒരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾക്ക് പോകാൻ പറ്റുമോ? ഇഫ്താർ പാർട്ടികളൊക്കെ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പോലും മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടം അല്ലേ? മതേതര കൂട്ടായ്മകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഛിദ്രതകൾ കൊണ്ടുവന്ന് ഇവിടെയുള്ള ജനസാമാന്യത്തെ ഭിന്നിപ്പിച്ചെങ്കിലേ തങ്ങൾക്ക് വോട്ട് ബാങ്ക് കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരികൾ. അള്ളാഹു നമുക്കെന്നും ഇസ്സത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ആർക്കാണ് ഈ റഹ്മത്ത് കിട്ടുക? ആർക്കാണ് ഈ വിരുന്ന് ആസ്വദിക്കാൻ പറ്റുക? അള്ളാന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഹജീവികളോട് കരുണ ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂ എന്ന് റസൂലുള്ളാഹ്. മനുഷ്യനോട് കരുണ ചെയ്യണം, ജീവികളോട്, മരങ്ങളോട്, പ്രകൃതിയോടൊക്കെ കരുണ ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാന്റെ റഹ്മത്തുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളിങ്ങനെ ദ്വാരക്കാറുണ്ടല്ലോ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തിലേക്ക് കടന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ, പ്രവർത്തനവും വേണമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മല്ലാ യർഹം ലാ യുർഹം. നിങ്ങൾ കരുണ ചെയ്യുന്നില്ലേ എങ്കിൽ നിങ്ങൾക്ക് മേൽ കരുണ ചെയ്യപ്പെടില്ല. ശഫീഉനാ റസൂലുള്ളാഹ്. ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ കയ്യിലെടുത്ത് ഓമനിച്ച് ചുംബിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ അവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. നബിയെ, എനിക്ക് 10 മക്കളുണ്ട് യാ റസൂലല്ലാഹ്, ഞാൻ ഇതുവരെ ഒരെണ്ണത്തിനെയും ചുംബിച്ചിട്ടില്ല നബിയെ. നിന്റെ മനസ്സിൽ കാരുണ്യമില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ കരുണ ചെയ്യുന്നവർക്ക് എല്ലാ വിഷയത്തിലും കാരുണ്യം. ആ കാരുണ്യമുള്ളവർക്ക് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. പടച്ചോന്റെ കാരുണ്യം അവർക്കേ ഉള്ളൂ. ഞാൻ ഹബീബ് റസൂലുള്ളാഹ്. ഇതിങ്ങനെ നിരന്തരം കരുണയെക്കുറിച്ച് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, ഇങ്ങനെ കരുണയെക്കുറിച്ച് പിന്നെയും 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 അങ്ങ് പറയേണ്ടതുണ്ടോ? ഞങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നവരാണ് യാ റസൂലല്ലാഹ്. ഞങ്ങൾ ഭാര്യയോട്, മക്കളോട്, അയൽവാസികളോട്, കുടുംബക്കാരോടൊക്കെ കരുണ ചെയ്യുന്നവരാണ്. പിന്നെ എന്തിനാ നബിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് പറയുന്നത്, ഇന്നഹു ലൈസ ബിഅഹദികും സ്വഹിബ. ഇത് നിന്റെ കൂട്ടുകാരോട് ചെയ്യുന്ന കരുണയെ കുറിച്ചല്ല. അതൊക്കെ വേണം, കുടുംബത്തോട് എല്ലാം വേണം. പക്ഷെ വലാകിൻ റഹ്മത്തുൽ ആമ്മ, എല്ലാവരോടും, നിന്നെ വേദനിപ്പിച്ചവരോടും, നിനക്ക് കരുണ ചെയ്യാത്തവരോടും, നിന്നെ കുറ്റം പറഞ്ഞവരോടും, നിന്നെ തെറി വിളിച്ചവരോടും, നിന്നെ ചീത്ത വിളിച്ചവരോടും കരുണ. അങ്ങനെ കരുണ ചെയ്തെങ്കിൽ മാത്രമേ റമളാനിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കൂ. സയ്യിദുനാ റസൂലുള്ളാഹ്. നടക്കോ? നമ്മൾ വേദനിപ്പിച്ചവരോട് കരുണ ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റും? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലേ? എന്നെ വേദനിപ്പിച്ചവരോട് കരുണ, എന്നെ തിരിഞ്ഞു നോക്കാത്തവരോട് കരുണ. ഹാജിയാരോട് കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ, ഉസ്താദേ എൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് അയാൾ ഒന്നും ചെയ്തില്ല. ആ ഹാജിയാരോട് മോനെ നീ പ്രതികാരം ചെയ്യും. നിനക്കുണ്ടാകുമ്പോ ആ ഹാജിയാർക്ക് കൊണ്ടുപോയി കൊടുത്ത് പ്രതികാരം ചെയ്യും. അങ്ങനെയല്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. നിന്നെ വേദനിപ്പിച്ചവരോട് കരുണ ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം നിനക്കുണ്ടെന്ന് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മുടെ മഹല്ലിൽ ഭിന്നിച്ചു നിൽക്കുന്ന എത്ര പേരുണ്ടാവും? ഈ ഭിന്നതയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് റമളാനെ സ്വീകരിക്കാൻ പോണേ? അള്ളാന്റെ വിരുന്നിലേക്ക്, എൻട്രൻസിലേക്ക് പോലും കടക്കാൻ പറ്റൂല. അള്ളാഹു അവിടെ തടയപ്പെടുന്ന ആളുകളിൽ പെടുത്തി കളയുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തേത് വഔസത്തുഹു മഗ്ഫിറ, പാപമോചനത്തിന്റെ 10 രണ്ടാമത്തേത്. ആർക്കാണ് ഈ പാപമോചനം? നിന്നെ പ്രയാസപ്പെടുത്തിയവർക്ക് നീ പുറത്തു കൊടുക്കുന്നുണ്ടോ?
എങ്കിൽ നിനക്ക് പാപമോചനുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ചിലർ പറയും ഉസ്താദ് അതും മാത്രം പറയല്ലേ, ഒന്ന് പുറത്തു കൊടുക്കാൻ പറഞ്ഞാൽ അയാൾക്ക് പുറത്തു കൊടുക്കുക, അത് മാത്രം പറയല്ലേ ഉസ്താദ്, എന്നെ അത്രയധികം ഇടങ്ങേറാക്കിയിട്ടുണ്ട് എന്ന്. നാളെ പരലോകത്ത് നമ്മൾ ചൊല്ലും, നമ്മുടെ ഹിസാബൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഇടത് കൈയിൽ ഭാരം വല്ലാതെ കൂടിയിട്ടുണ്ട് തിന്മകൾ ചെയ്തിട്ട്. അള്ളാഹിനോട് പറയും, പഠിച്ചോനെ അത് കുറച്ചു തരുമോ? അപ്പൊ അള്ളാഹ് എന്ത് പറയും? അത് മാത്രം പറയല്ലേ മോനെ, അല്ലേ? കമാ തദീനു തുദാൻ, നീ എന്താണോ ചെയ്യുന്നത് അതേ നിനക്ക് ലഭിക്കൂന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിന്നെ വേദനിപ്പിച്ചവർക്ക്, നിന്നെ കുറ്റം പറഞ്ഞവർക്ക്, നിന്നെ കളിയാക്കിയവർക്ക് നീ പൊറുച്ചു കൊടുത്താൽ അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു, കേട്ടിട്ടുണ്ടോ പേര്? സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു മഹദിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തിയിട്ട് ഒരു വ്യഭിചാര ആരോപണം ഉണ്ടായി. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. വ്യഭിചാര ആരോപണം വന്നു പുണ്യനബിയുടെ ഭാര്യയ്ക്ക് നേരെ. മുനാഫിക്കുകൾ ഇതിങ്ങനെ ആ കളവിങ്ങനെ അടിച്ചു വിടാൻ തുടങ്ങി. നിരന്തരം ഈ കളവിങ്ങനെ പറയുന്നത് കേട്ടപ്പോ നിഷ്പക്ഷരായ സ്വഹാബത്തിൽ ചില ആളുകളെങ്കിലും വിശ്വസിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ ഒരു ശങ്ക. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. മുഹാജിറായിരുന്നു, കയ്യിലൊന്നുമില്ല. മക്കത്തുനിന്ന് മദീനത്തേക്ക് വന്നത് ഒന്നുമില്ലാതെയാണ്. കുടിക്കാൻ വെള്ളമില്ല മിസ്തഹിന്, കഴിക്കാൻ ഭക്ഷണമില്ല. എല്ലാം കൊടുത്തത് അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ വല്ലാത്ത വിഷമായി. ഞാൻ ഭക്ഷണം കൊടുത്തവനാ മിസ്തഹ്, അവൻ ആയിഷ ബീവിയെ കുറ്റം പറയാൻ പറ്റുമോ? ഓടിച്ചെല്ലാണ് മിസ്തഹിന്റെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓ മിസ്തഹേ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മിസ്തഹേ, ആയിഷയെ പറയല്ലേ. ആയിഷ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവളല്ലേ, നമ്മുടെ ഉമ്മയല്ലേ ആയിഷ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിസ്തഹിനോട് പറയുന്നുണ്ട്, മിസ്തഹേ ഇത്രയും നാൾ നിനക്ക് തന്നിരുന്ന ഭക്ഷണം ഇനി ഞാൻ തരൂല മിസ്തഹേ, ഞാൻ തരൂല, അവിടെ വെച്ച് നിർത്താൻ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്ന് വഹി ഇറങ്ങാണ്. സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആയിഷ ബീവി നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും കൂടെ വാശിയേറി. നേരെ എന്നിട്ട് പറഞ്ഞു, മിസ്തഹേ ഇതുവരെ തന്നോണ്ടിരുന്നത് മാത്രമല്ല ഇനി ഒരു സാധനവും നിനക്ക് ഞാൻ തരൂല. അപ്പോഴാണ് സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത് ഇങ്ങനെ ഇറങ്ങുന്നത്. അള്ളാഹു പറയാണ്, സമ്പന്നരെ നിങ്ങൾ ഒരാൾക്കും തടഞ്ഞു വെക്കരുതേ, നിങ്ങൾ ഒരാൾക്കും തരില്ല എന്ന് പറയരുതേ. നിങ്ങൾ പുറത്തു കൊടുക്കണേ, നിങ്ങൾ ക്ഷമിക്കണേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് പടച്ചോൻ പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ബലാ യാ റബ്ബന, ഉണ്ടല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉണ്ട് റബ്ബേ, ഉണ്ട്. എങ്കിൽ നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണേ. ഓടാണ് മിസ്തഹിന്റെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മിസ്തഹേ, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, ഇനി നീ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കോ. ഞാൻ നിനക്ക് ഇത്ര നാൾ തന്നുകൊണ്ടിരുന്നത് മാത്രമല്ല അതിന്റെ ഇരട്ടി ഇന്ന് മുതൽ ഞാൻ തരും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ടോ? അപ്പോ മഗ്ഫിറത്തിന്റെ 10 നമുക്ക് മഗ്ഫിറത്ത് കിട്ടണമെങ്കിൽ, നമുക്ക് റമളാൻ കിട്ടണമെങ്കിൽ, നമ്മളെ വേദനിപ്പിച്ചവരെ പോലും ചേർത്ത് പിടിക്കാൻ, അവർക്ക് പുറത്തു കൊടുക്കാൻ. എനിക്ക് അവൻ ഇഷ്ടമല്ല, എന്തേ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ എന്റെ പേരതാമസത്തിന് വിളിച്ചില്ല, ഞാനൊരു സാധനം ചെയ്തു കൊടുക്കൂല. അല്ലേ? ഇതെന്തൊരു ഈമാനില്ലായ്മയായിട്ടാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കുടുംബക്കാരിൽ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ റമളാൻ നിങ്ങൾക്കുള്ളതല്ല, സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. റമളാൻ നമ്മളിൽ വരണം. കഴിഞ്ഞ നമ്മൾ പറഞ്ഞു, ഇദാ ജാ റമളാൻ, റമളാൻ വന്നാൽ പിശാചിനെ കെട്ടിയിടും, പിന്നെ സ്വർഗം തുറക്കപ്പെടും, നരകം കൊട്ടിയടക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആർക്കാൻ? പിശാച് ഇവിടെ തന്നെ ഉണ്ട്. റമളാനിൽ നമ്മൾ തെറ്റിയുന്നുണ്ട്, റമളാനിലും ആളുകൾ നരകത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആശയം, റമളാൻ നിങ്ങളിൽ വന്നാൽ, ഇദാ ജാ റമളാൻ, നിന്നിൽ റമളാൻ വരണം. റമളാൻ നിന്നിൽ മാറ്റമുണ്ടാക്കണം, നിന്നിൽ റഹ്മത്തുണ്ടാകണം, നിന്നിൽ മഗ്ഫിറത്ത് ഉണ്ടാകണം. എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയിലായി നരകമോചനം നിനക്കുണ്ട്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. റമളാൻ പ്രത്യേകം ലക്ഷ്യമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊന്ന് നമ്മൾ പറയുന്നതാണ് ശാരീരിക സംരക്ഷണമാണ്, അല്ലേ? ശരീരത്തിന് നല്ല ഒരു ആരോഗ്യമുള്ള മനുഷ്യനാക്കി നമ്മളെ മാറ്റുക. സൂമു തസിഹു, നിങ്ങൾ നോമ്പ് പിടിക്കണേ, ആരോഗ്യമുള്ളവരാകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് പിടിക്കും, ആരോഗ്യമുള്ളവരാകുക. അപ്പൊ നോമ്പ് പിടിച്ചിട്ട് ആരോഗ്യമുള്ളവരായ എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ഖുർആനിൽ പറയുന്നുണ്ട്, ഒരിക്കല് ഹാറൂൺ റഷീദ് റഹിമഹുല്ല ചക്രവർത്തിയുടെ മുമ്പിൽ ഒരു അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഇസ്ലാമില് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഖുർആനിലുണ്ടല്ലോ, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ കഴിക്കുവീൻ, നിങ്ങൾ കുടിക്കുവീൻ, നിങ്ങൾ അമിതമാക്കരുതേ, നിങ്ങൾ വാരി വലിച്ച് കഴിക്കരുതേ, അള്ളാഹു അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആൻ. കഴിക്കണം, കുടിക്കണം, അമിതാക്കരുത്. എന്തിനാ ഭക്ഷണം കഴിക്കണേ? ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, പിള്ളേര് പറയാം, സാറേ വയറ് നിറയാൻ. നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, വയറ് നിറഞ്ഞു, അമ്മയുടെ കുഞ്ഞിന് വയറ് നിറഞ്ഞില്ല, കഴിക്ക് കഴിക്ക് കഴിക്ക്. ആ കുട്ടി മതി എന്ന് പറഞ്ഞാലും കുത്തി നിറച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. വയറ് നിറയാനാണ് ഭക്ഷണം കഴിക്കുന്നതെന്നുള്ളൊരു തോന്നൽ അല്ല, വിശപ്പ് മാറ്റാനാണ്, വിശപ്പകറ്റാനാണ്. അപ്പൊ അമിതമായി കഴിച്ചാൽ നിങ്ങൾ രോഗികളാകും. ഒരുപക്ഷെ റമദാനിന് മുമ്പ് നമ്മൾ കഴിക്കുന്നതിലേറെ റമദാനിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ആ നോമ്പ് നമുക്ക് ഫലം ചെയ്യൂല, അല്ലെ? നോമ്പ് തുറ ഭംഗിയായി നോമ്പ് തുറയൊക്കെ നമുക്ക് നടത്താം, പക്ഷെ ഒന്നിലും ഒരു അമിതത്വം ഉണ്ടാകരുത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പരമാവധി നല്ല ആരോഗ്യദായകമായ ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഭക്ഷ്യസാധനങ്ങളൊക്കെ നോമ്പ് തുറയിൽ ഉൾപ്പെടുത്തുക. സമൂസ വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല. ഇനി സമൂസ ഇല്ലാണ്ടായ നിങ്ങളോട്ട് വരയില്ല, ഇല്ലേ? ആ അവസ്ഥയാണ് പല പള്ളികളിലും. സമൂസ ഇല്ലാണ്ടാക്കിയ ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, പക്ഷെ അന്ന് ആള് കുറവായിരുന്നു എന്നൊക്കെ കേട്ടു. സമൂസ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട്, അല്ലേ? നോമ്പ് തുറക്ക് ചില പള്ളികളിൽ എന്നാലും മാറ്റമുണ്ട് കേട്ടോ. ഒരിക്കലും മലപ്പുറത്ത് പോയപ്പോൾ ഒരു പള്ളിയിൽ ഇങ്ങനെ പെട്ടെന്ന് നോമ്പ് തുറക്കാൻ കയറേണ്ടി വന്നു. കയറിയപ്പോൾ സമൂസയും പ്രതീക്ഷിച്ചിരിക്കണം, എൻ്റെ മുമ്പിലേക്ക് വന്നത് ഫ്രൂട്ട്സ് മാത്രമാണ്. ഇവിടെ ഫ്രൂട്ട്സ് ഉള്ളൂ കേട്ടോ ഉസ്താദേ എന്നാണ്. ഞാൻ അനൂപും കെവിറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ചില പള്ളികളിൽ മാറ്റമുണ്ട്, ഒറ്റടിക്ക് മാറ്റണമെന്നല്ല, നമ്മുടെ ആ ഒരു സംസ്കാരം അത് മാറ്റുക. റമദാൻ കൊണ്ട് ശാരീരികമായൊരു ക്ഷമത നമുക്ക് കിട്ടണം, പക്ഷെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതോടൊപ്പം ആത്യന്തികമായ റമദാനിന്റെ ലക്ഷ്യം അത് കൽബ് നന്നാക്കലാണ്. സയ്യിദുനാ വഹബീബുന റസൂലുള്ളാഹ് സകല തിന്മകളെയും മാറ്റി നിർത്താൻ റമദാനിലൂടെ കഴിയുന്നവർക്കാണ് വിജയമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുന റസൂലുള്ളാഹ്. കണ്ടോ, ഹബീബായ മുഹമ്മദ് മുസ്തഫ, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കാരം, അങ്ങനെ നിസ്കരിക്കുന്നവർ ഒരിക്കലും തെറ്റിയൂല എന്നാണ്, അല്ലേ? നമ്മൾ ഖുർആനിലൂടെ പഠിച്ചിരുന്നു, ഖുർആൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിസ്കരിക്കുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യില്ല. ഖുർആനിലെ ആയത്താണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്? നമ്മുടെ നിസ്കാരാകാത്തത് കൊണ്ടാണ്, നമ്മുടെ നോമ്പാകാത്തത് കൊണ്ടാണ്, കൽബ് നന്നാകാത്തത് കൊണ്ടാണ്. കൽബ് നന്നായി നിസ്കരിക്കുന്നവനാണെങ്കിൽ, നോമ്പനുഷ്ഠിക്കുന്നവനാണെങ്കിൽ പാപക്കറകളിലേക്ക് പെട്ടുപോകില്ല എന്നാണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. എന്തിനാ നോമ്പ്? ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ. അപ്പൊ പിന്നെ പാവപ്പെട്ടവർക്ക് നോമ്പ് കൊടുത്തെന്തിനാ? നോമ്പിന്റെ ഭാഗമാണതൊക്കെ. ആത്യന്തികമായ ലക്ഷ്യം ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് അല്ലാഹു നിങ്ങൾക്ക് റമദാൻ തന്നതെന്ന് ഖുർആൻ. തഖ്വ, നിങ്ങൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകാൻ, അള്ളാന്റെ അടിമകളായി മാറാൻ, കൽബ് നന്നാക്കാനാണ് നിങ്ങൾക്ക് റമദാൻ എന്ന് പരിശുദ്ധ ഖുർആൻ. കൽബ് നന്നാകണം. തോന്നിവാസങ്ങളുടെ പരദീസയാണ് ഇന്ന് നമ്മുടെ നാട്. ഈ ഒരാഴ്ച തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട വാർത്തകൾ എത്രയാണ്, അല്ലേ? സ്വന്തം വെല്ലുമ്മയെ അടക്കം കുടുംബത്തിലെ ഒരു പറ്റം ആളുകളെ കൂട്ടക്കുരുതി നടത്തിയത് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇതിന്റെ പിന്നിൽ അവനെ നയിച്ചത് എന്താണ്? അതൊരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒന്നല്ലേ? ലഹരിയല്ല, മറ്റു പല കാരണങ്ങളല്ല എന്ന് പറയുമ്പോൾ എന്താണ് അവന്റെ പിന്നിൽ അങ്ങനെ ഒരു തോന്നലിലേക്ക് നയിച്ചത്? ചിന്തിക്കേണ്ടതല്ലേ, പഠിക്കേണ്ടതല്ലേ? പിന്നെ ശക്തമാകേണ്ട നിയമം നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണത്. ഏതൊരു കാര്യത്തിനും നിയമം ശക്തമായാൽ തെറ്റുകൾ കുറഞ്ഞു വരും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്ര വലിയ മനോഹരമായ ഒരു പാഠമെന്നോണം നമുക്ക് കാണിച്ചു തരുന്ന ഉദാഹരണങ്ങൾ എത്രയാണ്, അല്ലേ? കൊലയ്ക്ക് മരണം തന്നെയാണ് ശിക്ഷ. കൊല ചെയ്യുന്നവന് തീർച്ചയായും മരണശിക്ഷ ലഭിക്കണം, എങ്കിലേ പിന്നീട് ഒരുത്തൻ ഭയപ്പെടുകയുള്ളൂ. കുറച്ചൊരു 3 ദിവസം മുമ്പ് ഒരു MDMA കേസിൽപ്പെട്ട അറസ്റ്റിലായ ഒരു പയ്യനെ കാണാനായിട്ട് അവന്റെ വാപ്പ പോയി. അവന്റെ വാപ്പ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞ സംഗതിയാണ്. അവനെ കാണാൻ പോയപ്പോ, ഉസ്താദ്, ഞാൻ എന്റെ മോനെ കണ്ടു. ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ, എന്താണ് മോന്റെ വിശേഷം? വാപ്പിച്ചി ഇവിടെ അടിപൊളിയാണ്, നല്ല മട്ടനൊക്കെ കിട്ടുന്നുണ്ട്, വാപ്പിച്ചി ധൈര്യമായിട്ട് പോയിക്കോന്ന്.
ഇന്ന് ഏറ്റവും നല്ല ഫുഡ് എവിടെ കിട്ടുക? 5 സ്റ്റാർ ഹോട്ടലിലല്ല, ജയിലിലാണ്. മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, എന്ത് വേണം അതൊക്കെ കിട്ടും. ആരോഗ്യം നന്നാക്കാൻ വേണ്ടി ജയിലിൽ പോകുന്ന ആളുകളും നമുക്കിടയിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തിനാണ് ജയില്? ഇതൊരു ശിക്ഷയായിട്ട് പോലും പല ആളുകൾക്കും തോന്നുന്നില്ല. ജയിലിലേക്ക് പോവുക, അങ്ങനെ സുഖവും അടിപൊളിയായിട്ട് ആസ്വദിച്ച്, ചിലർ പറഞ്ഞത് ഇങ്ങനെ കെട്ടിയോ കിടത്തല്ല, ഇല്ല, സമാധാനമാണ്, നല്ല ഫുഡും ഉണ്ട്, അടിപൊളി സെറ്റപ്പാണ് ജയിലിൽ നിന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇവൻ നന്നാകണത്? നിയമം ശക്തമാകണം, നിയമം ശക്തമാകണം. കൊലയ്ക്ക് മരണശിക്ഷ തന്നെ വിധിക്കപ്പെടണം, അത് നടപ്പാക്കപ്പെടണം. കേവലം വിധിക്കപ്പെട്ടതിനു ശേഷം ജാമ്യത്തിൽ വന്ന് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്ന രീതിയിലേക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടും എന്തേ ഗവൺമെന്റുകൾ ഈ വിഷയത്തിൽ കൃത്യമായി ചിന്തിക്കാത്തത്? ജുഡീഷ്യറി എന്താണ് കൃത്യമായി നിലപാടുകൾ എടുക്കാത്തത്? മനസ്സിലാകുന്നില്ല. കൃത്യമായും ശക്തമായും നിയമമുള്ള രാജ്യങ്ങൾ എടുത്തു നോക്ക്, ആ ഒരു ക്രിമിനൽ ടെൻഡൻസി അവിടെ വളരെ കുറവായിരിക്കും. ആളുകൾക്ക് ഭയം തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടുമെന്ന്. നിയമം ശക്തമാകണം. അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് റമദാൻ വരണം. പ്രത്യേകമായി നമ്മുടെ മക്കളെയും നമ്മളെ തന്നെയും മാറ്റിമറിക്കാനുള്ള ഏറ്റവും നല്ലൊരു നിമിഷമാണ് റമദാൻ എന്ന് പറയുന്നത്. മാറ്റമുണ്ടാകണം. അൽഹംദുലില്ലാ, നമ്മുടെ മഹലിൽ എത്രയോ ചെറുപ്പക്കാരായ കുട്ടികളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുഞ്ഞൊരിക്കൽ കത്തിയെടുത്തിട്ട് ഉമ്മാടെയും വാപ്പാടെയും കഴുത്തിലേക്ക് വെക്കുന്നൊരവസ്ഥയെക്കുറിച്ച്. അങ്ങനെ സംഭവിക്കാകയില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലും നമ്മുടെ മഹലിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര ഡേഞ്ചറാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് കുട്ടികൾക്ക് ലഹരിയൊക്കെ വളരെ സിമ്പിളായി കയ്യിൽ കിട്ടും. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ എത്രയോ കുട്ടികളെ ലഹരി കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മാന്യനായി നടക്കുന്ന കുട്ടിയായിരിക്കും, പക്ഷേ MDMA ഉപയോഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ മറ്റു പല ലഹരികളും ഉപയോഗിക്കുന്നവനാണ്. സ്വന്തം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പിന്നീട് എന്തെങ്കിലും കേസിൽ പെടുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ധാർമ്മികമായ അവബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹലിന്റെ ആഭിമുഖ്യത്തിൽ റമളാനിൽ നമുക്ക് സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക്, മറ്റു പല മേഖലകളിലേക്കൊക്കെ ഒരുമിച്ചിറങ്ങാൻ കഴിയണം. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ സ്വഭാവം നന്നാക്കുന്ന പരിപാടികൾ, അങ്ങനെ ഖൽബ് നന്നാക്കുന്ന ഒരു പ്രക്രിയ പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യണം. അള്ളാഹു അതിനെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞിട്ട് ആരാണ് മുത്തഖി? അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യൂഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ കൊടുക്കുന്നവനാണ്. കച്ചവടം നഷ്ടത്തിലാണ്, അപ്പോഴും കൊടുക്കും. അവന്റെ മനസ്സിലൊരു ടെൻഷനൊന്നുമില്ല, അപ്പോഴും കൊടുക്കും. കച്ചവടം ലാഭത്തിലാണ്, അപ്പോഴും കൊടുക്കും. കാരണം എനിക്ക് ലാഭവും നഷ്ടവും തരുന്നത് എന്റെ റബ്ബാണ്. ഇതെന്റേതല്ല, ഈ സമ്പത്ത് എന്റേതല്ല, അവൻ തന്നതാണ്, അവന്റേതാണ്. ഞാൻ വെറും ഒരു കൈകാര്യകർത്താവ് മാത്രമെന്നുള്ള ബോധ്യം അവനിലുണ്ട് താൻ. അങ്ങനെയുള്ളവനാണ് മുത്തഖി. വൽകാളിമീനൽ ഗൈള്, ദേഷ്യത്തെ പിടിച്ചു നിർത്തുന്നവനുമാണ് മുത്തഖി എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞു തരികയാണ്. മുത്തനബിയുടെ സംഭവം നമുക്ക് ഓർമ്മയില്ലേ? മക്ക വിജയവേളയിൽ അത്രയും വേദനിപ്പിച്ച മനുഷ്യർ മുമ്പിൽ നിൽക്കുമ്പോഴും അള്ളാന്റെ ഹബീബ് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അല്ലേ? ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചില്ലേ, നോ ഹൗസ് വാസ് റോബ്ഡ്, no woman was raped, and however they were treated with special magnanimity. ഒരു വീടും കൊള്ളയടിക്കപ്പെട്ടില്ല, ഒരു പെണ്ണിന് മാനഹാനി ഭയന്ന് ഓടേണ്ടി വന്നില്ല. എല്ലാവർക്കും മാപ്പ് കൊടുത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏറ്റവും പ്രാധാന്യം ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. ഖുർആനിലേക്ക് ഇറങ്ങി ചെല്ലണം. നമുക്ക് തഫ്സീറുകൾ ആഴത്തിൽ തന്നെ പഠിക്കണം. ഇന്ന് ഇൻഷാ അല്ലാഹ് റമളാനിനെ മനോഹരമാക്കാൻ സൂറത്തുൽ ഫാത്തിഹ ഭംഗിയാകണം. അതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് ഇന്ന് മഗ്‌രിബിന് ശേഷം സംസാരിക്കണം. തഫ്സീറിലേക്ക് എല്ലാവരും ഓടിയെത്തണം. ഉണ്ടാവില്ല എല്ലാവരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ കൊണ്ട് ജീവിതം മാറിപ്പോയി എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി എഴുതി തന്ന ആ കത്ത് ഞാൻ ദിക്ർ മജ്‌ലിസിൽ വായിച്ചിരുന്നു. വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സുജൂദിൽ ഞാൻ എൻ്റെ റബ്ബിനെ നേരിട്ട് കണ്ടതുപോലെ പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ എൻ്റെ റബ്ബിനെ സ്നേഹിച്ചു തുടങ്ങി, എനിക്കിപ്പോ ടെൻഷനില്ല, സങ്കടങ്ങളില്ല എന്ന് പറഞ്ഞൊരു സഹോദരി എഴുതി തന്നപ്പോ, പടച്ചോനെ പറയുന്ന എനിക്ക് പോലും കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന ടെൻഷൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അള്ളാനെ തിരിച്ചറിയാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ അതിനുള്ള വേദികളാക്കി നമ്മുടെ സദസ്സുകളെ മാറ്റണം. ഒരാളും മാറി നിൽക്കരുത്. നമ്മുടെ മേൽ ഫർളാണ് ഖുർആൻ പഠിക്കൽ. മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.